തിരുവനന്തപുരത്ത് പിടിയിലായ കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടിച്ചോറിന്റെ മാനസിക നില പരിശോധിക്കുമെന്ന് പോലീസ്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ബണ്ടിച്ചോർ പറയുന്നത്. നിലവിൽ കരുതൽ അറസ്റ്റാണ് ചെയ്തിരിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു. പരിശോധന നടത്തിയ ശേഷമാകും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക. സിജോ വി ജോണാണ് ചേരുന്നത്. സിജോ, കഴിഞ്ഞ ദിവസവും പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് അഡ്വക്കേറ്റ് ആളൂരിനെ കാണാൻ വേണ്ടി വന്നതാണെന്നാണ്. ആളൂർ മരിച്ച കാര്യം പോലും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ഇന്ന് എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ഇന്നും അഭിഭാഷകനെ കാണാൻ എത്തിയതെന്നാണ് പറയുന്നത്. പക്ഷെ അഭിഭാഷകൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു അഡ്വക്കേറ്റ് മുകേഷ് ആണ്. ഇയാൾക്ക് നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു മോഷണ കേസാണ്. ആ മോഷണ കേസിൽ പിടിയിലാകുന്ന സമയത്ത് 22,000 രൂപ അയാളുടെ കൈവശം ഉണ്ടായിരുന്നു. അത് പിന്നീട് തൊണ്ടി മുതലൊക്കെയായിട്ട് കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഈ ബണ്ടിച്ചോറിന്റെ ജീവിതകഥ ആസ്പദമാക്കി 2 സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. ആ സിനിമ ഇയാളുടെ അനുമതി ഇല്ലാതെയാണ് ഇറക്കിയിരിക്കുന്നത്. അതിന്റെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അഭിഭാഷകനെ കാണാൻ എത്തിയെന്നാണ് പറയുന്നത്. ഇന്നലെ രാവിലെയാണ് എത്തുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രി റെയിൽവേ പോലീസ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മറ്റു പല കാര്യങ്ങൾ കൂടി പറയുന്നു എന്നുള്ളതാണ് റെയിൽവേ പോലീസ് സൂചിപ്പിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇയാളെ ഇപ്പം മാനസിക നില പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇയാൾ പറയുന്നതിന്റെ വസ്തുത അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ഈ പോലീസ് പരിശോധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടറുടെ കൂടി ഒരു വിവരങ്ങൾ, ഡോക്ടർ പറയുന്ന വിവരങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം വിട്ടയക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അത് വസ്തുതാവിരുദ്ധമായ കാര്യമാണെന്നുണ്ടെങ്കിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. എന്തായാലും വിട്ടയക്കുകയാണെങ്കിൽ പോലും ബണ്ടിച്ചോറ് കേരളത്തിൽ തുടരുന്നിടത്തോളം സമയം പോലീസിന്റെ ശക്തമായ നിരീക്ഷണം ഉണ്ടാവുമെന്നാണ് അവർ അറിയിക്കുകയും ചെയ്യുന്നത്. കാരണം ഒരു നിസ്സാരക്കാരനല്ല ബണ്ടിച്ചോറ്. നിരവധി കേസുകളിൽ മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വന്നതാണ് എന്നുള്ള സംശയം പോലീസിനുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാവുന്ന തെളിവുകളില്ല. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച വസ്തുത പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നത്. യെസ്, ബണ്ടിച്ചോറിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാനസിക നില പരിശോധിക്കുകയാണ്. എന്തിനാണ് അദ്ദേഹം കേരളത്തിൽ വന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത ഉണ്ടാകുന്നതുവരെ ആ പരിശോധന തുടരും. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.